എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണസദ്യ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടിയാണ്. കാറ്ററിംഗുകാർ പാവയ്ക്ക കിച്ചടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കിച്ചടി സ്വാദിഷ്ടമാക്കുന്നത്. ഓണസദ്യ സ്പെഷ്യൽ കിച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 400 ഗ്രാം അളവുണ്ട്. 50 പേർക്കുള്ള സദ്യയിൽ വിളമ്പാനായിട്ട് ഈ ഒരു അളവുകൾ മതിയാകും. ഇനി നമുക്ക് ഈ പാവയ്ക്ക വളരെ തിന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പാവയ്ക്ക കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പ് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് പാവയ്ക്ക നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. തൊടുകറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പാവയ്ക്ക മുരിഞ്ഞ് പാകമായി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പാവക്ക കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായ നാളികേര കൂട്ടൊന്ന് അരച്ചെടുക്കാം. അരമുറി നാളികേരത്തിൽ 2 പച്ചമുളകും 1 ടീസ്പൂൺ കടുക് പരിപ്പും 2 പച്ചമുളകും 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കണം. ഈ ഒരു സമയത്ത് 1/2 ലിറ്റർ തൈര് ഞാനിവിടെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള പാവയ്ക്ക ചേർക്കാം. കൂടെ തന്നെ അരച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം. പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാകും. വളരെ സ്വാദേറിയ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡിയാകാനായിട്ട്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. അതുപോലെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്.